ബൈത്തുൽ മഖ്ദിസ്. മസ്ജിദുൽ അഖ്സയിൽ ആദ്യമായി ഒരു പ്രാർത്ഥനാ മണ്ഡപം പണിയുന്നത് ഇസ്രായേൽ ഗോത്രത്തിന്റെ പിതാവായ യാക്കോബിന്റെ 11ാം തലമുറയുടെ രാജാവായിരുന്ന ദാവീദാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. അദ്ദേഹത്തെ ഇസ്രായേലിന്റെ രാജാവായി മാത്രമാണ് ബൈബിൾ പഴയ നിയമം പരിചയപ്പെടുത്തുന്നത്. ഖുർആനിലെ ദാവൂദ് നബിയാകട്ടെ ഭരണാധികാരിയും അതോടൊപ്പം തന്നെ പ്രവാചകനുമാണ്. ദാവൂദ് നബിക്ക് ഒരു പ്രാർത്ഥനാ മണ്ഡപം അഥവാ മിഹ്റാബ് ഉണ്ടായിരുന്നതായി ഖുർആനും വ്യക്തമാക്കുന്നുണ്ട്. ദാവീദിന്റെ പ്രാർത്ഥനാ മണ്ഡപം നിന്നിടത്ത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രാർത്ഥനാലയം പണിതത് അദ്ദേഹത്തിന്റെ മകനായ സോളമനായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇതാണ് ഇംഗ്ലീഷിൽ ഒന്നാം ദേവാലയം ഫസ്റ്റ് ടെമ്പിൾ എന്നും ഹിബ്രുവിൽ ബേത്ത് മിഖ്ദാസ് എന്നും അറിയപ്പെടുന്നത്. അറബിയിൽ ബൈത്തുൽ മഖ്ദിസ് എന്നാണ് ഇതിനു പറയുക. ഖുർആനിൽ എവിടെയും ഈ ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ചോ അതാരാണ് നിർമ്മിച്ചത് എന്നോ ഉള്ള സൂചനകളില്ല. നബിയുടെ നിശാപ്രയാണത്തെ അഥവാ ഇസ്രായിനെ കുറിച്ച് പറയുമ്പോൾ അത് ഖുറൈശികൾ നിഷേധിച്ചപ്പോൾ ബൈത്തുൽ മഖ്ദിസ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തുവെന്നും നബി അതേക്കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുത്തുവെന്നും ബുഖാരിയിൽ ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 30,000 പ്രധാന തൊഴിലാളികളെയും 80,000 ചുമട്ടുകാരെയും 80,000 കല്ലുവെട്ടുകാരെയും 3,300 മേൽനോട്ടക്കാരെയും ഉപയോഗിച്ച് ഏതാണ്ട് 8 വർഷങ്ങളെടുത്ത് സോളമൻ 957 BC-യിലാണ് ബേത്ത് മിഖ്ദിസിന്റെ പണി പൂർത്തിയാക്കിയത് എന്നാണ് ബൈബിളിൽ നിന്നും മനസ്സിലാകുന്നത്. മന്ന നിറച്ച സ്വർണപാത്രവും അഹ്റോന്റെ തളിർത്ത വടിയും 10 കൽപ്പനകൾ അടക്കമുള്ള നിയമങ്ങൾ കൊത്തിയ ഫലകങ്ങളും സൂക്ഷിച്ചിരുന്ന വാഗ്ദാന പേടകം ഇസ്രായേലിയരുടെ ഈ ആരാധനാ കേന്ദ്രത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇസ്രായേൽ രാജാവായിരുന്ന യഹോയാക്കീമിന്റെ ഭരണകാലത്ത് BC 598-ൽ ജെറുസലേം ആക്രമിച്ച് കീഴടക്കിയ ബാബിലോണിയൻ രാജാവായ നെബുക്കദ്നസർ രണ്ടാമൻ ഈ ആരാധനാലയം കൊള്ളയടിക്കുകയും വിലപ്പെട്ട വസ്തുക്കളെല്ലാം കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. 10 വർഷങ്ങൾക്ക് ശേഷം BC 586-ൽ നസറിന്റെ പടയാളികൾ ജെറുസലേം പട്ടണം കത്തിച്ചു കളഞ്ഞപ്പോൾ അതോടൊപ്പം സോളമൻ പണി കഴിപ്പിച്ച ദേവാലയം പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. നിർമ്മിക്കപ്പെട്ടതിന് ശേഷം 470 വർഷവും 6 മാസവും 10 ദിവസവും കഴിഞ്ഞ് അത് തീവെച്ച് നശിപ്പിക്കപ്പെട്ടതോടൊപ്പം തന്നെ അവിടെയുള്ള ഇസ്രായേല്യരെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. BC 586 മുതൽ 516 വരെ 70 വർഷം ദീർഘിച്ച ഈ അടിമത്തത്തെയാണ് ബാബിലോണിയൻ വിപ്രവാസം എന്ന് വിളിക്കുന്നത്.